കരിക്കോട്ടക്കരി സെൻറ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഒരുങ്ങുന്ന ഒരു സമയത്താണ് കാട്ടാന ഈ പരിസരത്തൂടെ വന്നത്. പള്ളി പരിസരത്തൂടെ എല്ലാം കാട്ടാനയുടെ ഭീതിജനകമായ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കരിക്കോട്ടക്കരി സെൻറ് തോമസ് ദേവാലയത്തിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കളരിക്കലച്ചനാണ്. അച്ഛാ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് പ്രേക്ഷകരോട് വ്യക്തമായി സംസാരിക്കാമോ? രാവിലെ ഒരു 5:15 ആരാധനയും കുർബാനയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾ നാനാഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ഇരുന്ന് വഴിക്ക് പോലീസുകാർ പെട്ടെന്ന് വണ്ടി കൊണ്ട് പള്ളിമുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ആനയുടെ സാന്നിധ്യമുണ്ട്. കരിക്കോട്ടയിൽ ഇവിടെ 100 മീറ്റർ അകലെ അപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ആന ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, ജനത്തോട് ശ്രദ്ധിക്കാൻ പറയണം, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആന ഇങ്ങ് അടുത്തോട്ട് ഗവൺമെൻറ് ഇതിലേക്ക് കയറി വന്നു. അതിൽ നേരെ മറിഞ്ഞ് അപ്പുറത്ത് ഞങ്ങളുടെ കൂമന്തോട് എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിലയുറപ്പിച്ചിരിക്കുക. രാവിലെ മുതൽ ആന അവിടെയുണ്ട്. ആൾക്കാർ ആനയെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഭീതിജനകമായ അന്തരീക്ഷമാണ്. 2 ആഴ്ച മുമ്പ് നമ്മുടെ ആറളം ഫാമിൽ 2 പേരെ ചവിട്ടി കൊന്ന് അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ വളരെ നല്ലൊരു പ്രതിഷേധം റാലി നടത്തുകയുണ്ടായി. എന്താണെങ്കിലും ഇനി ഈ മനുഷ്യർക്ക്, ഈ പ്രദേശത്തുള്ള മനുഷ്യർ ഭീതിയിലാണ്. രാത്രിയും പകലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത, മനുഷ്യന് സ്വാതന്ത്ര്യമായി നടന്നു നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നിയമപാലകർ അവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ നിയമം മാറാറുണ്ട്. നിയമപാലകരോട് പറഞ്ഞിട്ട് നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ കാട്ടു നിയമം മാറിയിട്ട് ഇവിടെ തീർച്ചയായിട്ടും സമാധാന സ്ഥാപികമാകുവാൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലാ മൃഗങ്ങളെയും ഇപ്പോൾ ഈ താമരശ്ശേരി എവിടെയുള്ള രൂപതയിൽ ഒരിടത്ത് പഞ്ചായത്ത് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ പഞ്ചായത്ത് പോയി അവിടെ ഇറങ്ങി ആനകളെയും കാട്ടുമൃഗങ്ങളെയും കൊല്ലുവാനായിട്ട് അവർ ഒരു സമരസമിതി ഉണ്ടായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പാസ്സാക്കി. ഇതുപോലെ ഒന്നില്ലേ വനത്തിൽ മൃഗങ്ങളെ നിർത്തുക. മനുഷ്യൻ്റെ സമാധാന സ്വസ്ഥത നഷ്ടപ്പെടുന്ന, അവൻ്റെ ജീവന് ഭീഷണിയാകുന്ന നീ കാട്ട് നിയമം ഉണ്ടെങ്കിൽ അത് മാറ്റി എഴുതുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും അതുപോലെ വനം മന്ത്രിയൊക്കെ നിലപാടെടുത്തില്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ തന്നെ ആയുധമെടുത്ത് ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾക്കെതിരെ പൊരുതേണ്ടി വരും. ആ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. കാട്ടാന ഇതുവരെയായിട്ട് അവിടെ നിന്ന് പോയിട്ടില്ല. അതിനെ മയക്കുവെടി വെച്ച് മാനന്തവാടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഫോറസ്റ്റേഴ്സ് വരാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രദേശത്തെ ആൾക്കാർ തമ്പടിച്ചിരുന്ന ആന അവിടുന്ന് താഴോട്ട് വീണ്ടും ഇറങ്ങി വന്ന് ആൾക്കാർ അവിടെ ആ വീടിൻ്റെ ഭാഗത്ത് അവിടെ ആന നിൽക്കുന്ന സ്ഥലത്തുള്ള വീടുകൾ മുഴുവൻ വീടുകൾ നിബിഡമായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ആൾക്കാർ ടെറസിൻ്റെ മണ്ടാലാണ് നിൽക്കുന്നത്. അത്രയും ഭീതിജനകമാണ്. ഇത് എത്രയോ കാലമായി നമ്മൾ അതിർത്തികളുടെ അടുത്ത് ഈ ആനയുടെ ശല്യവും അതുപോലെ കാട്ടുപോത്തിൻ്റെയും അതുപോലെ കരടിയുടെയും സിംഹത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഇനി ഇത്രയേ പറയാനുള്ളൂ. ഇങ്ങനെ നിയമം കാട്ട് മൃഗങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, അതിനെ സഹായിക്കുന്ന മന്ത്രിമാരും ഭരണകൂടമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളൊക്കെ ആനയും കടുവയൊക്കെ കൊല്ലാനുള്ള പ്രകൃതി സ്നേഹികൾക്ക് വലിയ സ്നേഹം, അവരെയൊക്കെ വീട്ടിലോ ആ സ്ഥലത്തോ കൊണ്ട് കെട്ടിക്കോളൂ. മനുഷ്യൻ ജീവിക്കുന്ന നിബിഡമായ 1150 വീട്ടുകാരുള്ള സ്ഥലമാണ് ഈ ഏരിയയാണിത്. ക്രൈസ്തവർ തന്നെ, അതുപോലെ മറ്റു മതസ്ഥരെല്ലാവരും ഇത്രയും വലിയ ജനനിബിഡമായി സ്ഥാപിക്കുന്ന സ്ഥലത്ത് ആന ഇറങ്ങി മനുഷ്യനെ ആക്രമിക്കുക, എന്നിട്ട് നിയമപാലകരും അല്ലെങ്കിൽ ഗവൺമെൻറ് നോക്കുകുത്തിയായി തമാശയായിരിക്കുക പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ആയുധമെടുത്ത് മനുഷ്യന് തന്നെ ആനയെ കൊല്ലാനായിട്ട് ഇറങ്ങേണ്ട സാഹചര്യം വരും. അത് സൃഷ്ടിച്ച് നിയമലംഘനമാണെന്ന് പറയാൻ ഇടവരുത്തരുത് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കർശനമായ നിയമ നിർമ്മാണം നടത്തി ഇതിനെ വന അതിർത്തി തന്നെ നിർത്തുവാനോ അല്ലെങ്കിൽ വനത്തിൽ അധികമായ മൃഗങ്ങളെ നശിപ്പിക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.